കോൺഗ്രസിലേക്ക് ആദ്യം ശ്രീ സേനാപതി വേണു. CPM നേതാവാണ് അറസ്റ്റിലായത്, ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വലിയ കോലാഹലങ്ങളൊക്കെ ആയതുകൊണ്ട് മന്ത്രിമാർ ഇനി വഴിയെ ജയിലിനകത്തോട്ടേക്ക് പോകും. ഈ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്ക് അത് ചെല്ലും എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പാണ്, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണോ കോൺഗ്രസിന്റെ ഈ ആരോപണം? ഇതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പറഞ്ഞിട്ടും പത്മകുമാറിനെ വിടാതെ ചേർത്ത് പിടിക്കുന്നുണ്ട് പാർട്ടി. അതായത് ഇതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്നൊരു ആത്മവിശ്വാസം CPM-നും സർക്കാരിനും ഉള്ളതുകൊണ്ടല്ലേ? അല്ല, ഇവിടെ മുമ്പ് പത്മകുമാർ പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. നമ്മൾ ദൈവതുല്യരായി കാണുന്ന ചില ആളുകൾ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ആ ഒരു ഗൗരവം. അതാണ് നമ്മൾ ദൈവതുല്യരായി കാണുന്ന ചില ആളുകൾ പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. മുമ്പ് അപർണയും ഒക്കെ നമ്മൾ പഴയ ഒരിക്കൽ വാസു ഇരുന്ന ഒരു പാനലിൽ, ചാനൽ ചർച്ചയിൽ അന്നും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ആര് എന്നുള്ളത് അതുകൂടി പുറത്തു വരണം. ഇപ്പൊ കണ്ണികൾ ഏതായാലും ഒന്നൊന്നായി, കാരണം SIT-യുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട് ഓരോന്നോരോന്നായി. സുബ്രഹ്മണ്യം പോറ്റി, മുരാരി ബാബു, അതിനുശേഷം സുധീഷ് കുമാറിന് ശേഷം ഇങ്ങനെ ഓരോന്നോരായി വാസുവിന് ശേഷം പത്മകുമാർ, ഇനി അടുത്ത ഒരു 3-4 കണ്ണികൾ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെല്ലാം ഒന്നുകിൽ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബോർഡ് എന്ന് പറയുന്നത് ഇടതുപക്ഷം, അതായത് CPM-ന്റെ അംഗങ്ങൾ, CPI-യുടെ അംഗങ്ങൾ, ഇപ്പൊ രണ്ടുപേരെ കൂടി SIT ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, ശങ്കർദാസും വിജയകുമാറും. അവരും ബോർഡ് അംഗങ്ങളായിരുന്നു. അപ്പോ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ബോർഡ് അറിയാതെ ഞാൻ മാത്രമായിട്ട് ഇപ്പം ഗോ എഹെഡ് എന്ന് എന്താ പറഞ്ഞ എഴുതിയ ഒരു മന്ത്രിയും, അതോടൊപ്പം തന്നെ ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ തിരുത്തിയ പത്മകുമാറും, ആ പത്മകുമാർ വീണ്ടും പറഞ്ഞിരിക്കുന്നു ബോർഡിലെ മറ്റ് 2 അംഗങ്ങൾ കൂടി അറിയാതെ അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പൊ SIT അവരെ ചോദ്യം ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൂടി അത് മിസ്സിംഗ് ലിങ്ക് അല്ല, ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക്, കൊറോബറേറ്റീവ് എവിഡൻസ് ആണ്. അപ്പോ ഞങ്ങള് ഈ പാനലിൽ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ അഭിഭാഷകരാണെന്ന് തോന്നുന്നു. അപ്പോ ഈ ലിങ്കുകൾ ഓരോന്നോരോന്നായി കണക്ട് ചെയ്ത് കൊറോബറേറ്റീവ് ആയിട്ട് വരുന്നു തെളിവുകൾ. അപ്പൊ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് ഒരു സംശയവും വേണ്ട, അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കാണ്. കാരണം ആ ദേവസ്വം മന്ത്രിയുടെ അറിവോടുകൂടി, ഇനി മന്ത്രി അറിവില്ല എന്ന് പറഞ്ഞാൽ പോലും ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാ, അല്ല വേറെ ഏതെങ്കിലും ഒരു മന്ത്രിയല്ല, അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ദേവസ്വം ബോർഡും അതിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവര് നേരിട്ട് ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഈ മന്ത്രിക്കാണ്. അപ്പൊ മന്ത്രിക്ക് ഈ കാര്യത്തിൽ അറിവുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, നമ്മൾ ദൈവതുല്യരായി കാണുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് SIT-യോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ദൈവതുല്യരാര് എന്ന്, ആ ദൈവതുല്യരിലേക്ക് പതുക്കെ അന്വേഷണം എത്തും. അത് അന്വേഷണം എത്തിയില്ല എങ്കിൽ SIT-യിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ആയതുകൊണ്ട് SIT അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഈ തൊണ്ടി മുതൽ, അതായത് ഈ മോഷ്ടിച്ചുകൊണ്ട് പോയി, ഇപ്പം ഹൈക്കോടതി തന്നെ പരാമർശിക്കപ്പെട്ടെന്നുണ്ടല്ലോ, ഏതൊരു കപൂറിന്റെ പേര്, വിജയ കപൂറോ, ഈ വിഗ്രഹങ്ങളൊക്കെ ഒരു അന്താരാഷ്ട്ര വിദഗ്ധൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളത് SIT-യുടെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. അപ്പൊ ഇതിൽ കൈമറിഞ്ഞിരിക്കുന്ന കോടികൾ, ആ കോടികളൊക്കെ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അതിന്റെയൊക്കെ പങ്കാളിത്തം ആർക്കാണ്? ഇപ്പോ ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിനകത്ത് ചില രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പോറ്റിയും ഇദ്ദേഹവും തമ്മിൽ നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ രേഖകളാണോ? അതിന്റെ മുതൽ മുടക്ക് എത്രയാണ്? അതിന്റെ സാമ്പത്തിക ഉറവിടം, സോഴ്സ് എവിടെയാണ്? ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹം അടിക്കടി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന വിദേശ യാത്ര, അത് എന്തിനു വേണ്ടിയാണ് നടത്തിയിരിക്കുന്നത്? അത് വിദേശത്തുള്ള ഈ അന്താരാഷ്ട്ര ഈ വിഗ്രഹ കടത്തുകാരും അതുപോലെ തന്നെ ആനക്കൊമ്പ്, ചന്ദനമൊക്കെ കടത്തുന്ന ആ ലോബികളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കാണുന്നതിന് വേണ്ടിയാണോ എന്നുള്ളതൊക്കെ SIT-യുടെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇവിടെ നിൽക്കത്തില്ല, ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകും. അപ്പോ നമ്മൾ ദൈവതുല്യരായി കാണുന്ന ആളുകൾ, ആ ദൈവതുല്യരാര് എന്നുള്ളത് അത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ദൈവതുല്യർ കൂടി പുറത്തേക്ക് വരുമ്പോഴേക്കും ഇത് ഏകദേശം അതിന്റെ ഒരു പൂർണ്ണതയിലെത്തും. അപ്പോഴേക്കും അപർണ ചോദിച്ച ഒരു ചോദ്യം, ഇത് ഗവൺമെന്റിന്റെ അങ്ങേ തലക്കിലെത്തും, ഒരു സംശയവും വേണ്ട.
ഈ കേസിൽ ചില മന്ത്രിമാര്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ അവിടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദൈവതുല്യരായ ആളുകൾ, ഒരുപാടില്ല കുറച്ച് ആളുകൾ അവർ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അവർ പുറത്തു വരുന്നതോടുകൂടി ഈ കേസ് സമ്പൂർണ്ണമാകും. അയ്യപ്പൻ അതുവരെ ഈ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ശ്രീ സേനാപതി വേണു, CPM പത്മകുമാറിനെ തള്ളി പറഞ്ഞിട്ടില്ല ഈ നിമിഷം. അതെന്തുകൊണ്ട് കൂടിയാണ്? ഈ താങ്കൾ പറഞ്ഞ പോലെ മുകളിൽ ദൈവതുല്യരുണ്ട്, അതുകൊണ്ട് പത്മകുമാറിനെ കൈവിട്ടാൽ വളരെ പെട്ടെന്നായിരിക്കും ഇതൊക്കെ പുറത്തു വരിക എന്നുള്ളത് കൊണ്ട് കൂടിയാണോ? അല്ല, അത് ശരിയാണ്. കാരണം ഇപ്പോ ഇന്നലെ ശ്രീ ഗോവിന്ദ മാസ്റ്ററുടെ ഒരു പ്രഖ്യാപനം എന്താണ്? ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ അവർ കുറ്റവാളിയാകുമോ എന്നാണ് ചോദ്യം. കുറ്റം അവരിൽ ആരോപിക്കപ്പെടുമ്പോഴാണല്ലോ അറസ്റ്റ് ചെയ്യുന്നത്. വഴിയെ പോകുന്ന ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. വഴിയെ പോകുന്നവരെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് നോട്ടീസ് കൊടുത്ത് വിളിക്കും. അറസ്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രാഥമികമായിട്ട് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായ എന്താ പറയുക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. ഇപ്പൊ ഇവര് സമ്പൂർണ്ണമായി ഇവരുടെ പേരുള്ള കുറ്റം തെളിയണമെങ്കിൽ ഇതിന്റെ റിക്കവറി നടപടികൾ, അതോടൊപ്പം തന്നെ ഈ കേസിന്റെ വിചാരണയൊക്കെ പൂർത്തീകരിക്കണം. പക്ഷെ വിചാരണ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി ഇവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യാനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്യാനും ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ കാരണം എന്താ? ഇവരുടെ പേരിൽ പ്രാഥമികമായി ഇവർ കുറ്റകൃത്യം ചെയ്തതായി അത് ബോധ്യപ്പെടുന്നു. ആ ബോധ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ശ്രീ ഗോവിന്ദ മാഷെ പോലെ ഒരാള്, അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ മതിയോ? പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, മുൻ MLA, മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലൊക്കെ ഈ പാർട്ടിയുടെ അവസാന ശബ്ദമായി നിന്ന ഒരാള്, അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം SIT കോടതിയിൽ ഹാജരാക്കി അദ്ദേഹം പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിലേക്ക് പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ സംഘർഷത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാരണത്താലോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ അല്ലല്ലോ ഇത്. അതിലൊക്കെ എത്രയോ വലിയ ഗൗരവം. ഇവിടെ നടന്നിരിക്കുന്ന അഴിമതിയാണ്. ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ഭരണകൂടം നേരിട്ട് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ കൊള്ള നടത്തിയ ആള് പിടിക്കപ്പെടുമ്പോ അത് കേസിന്റെ അവസാനം ഞങ്ങൾ പറയാം എന്നാണോ CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഞാൻ തിരികെ എത്താം ശ്രീ സേനാപതി വേണു.